ഹിന്ദു വിരുദ്ധ നിലപാട് ആവർത്തിച്ച് ബംഗ്ലാദേശ്. ദുർഗാപൂജ നിർത്തിവെക്കാൻ ഹിന്ദു സമൂഹത്തോട് ഇടക്കാല സർക്കാർ. നിസ്കാര സമയങ്ങളിൽ പൂജ പാടില്ലെന്നും നിർദ്ദേശം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, മാസങ്ങളായി ഹൈന്ദവ ജനതയോടുള്ള അവിടുത്തെ ഭരണകൂടത്തിൻ്റെ, അവിടുത്തെ ആൾക്കാരുടെ വലിയ രീതിയിലുള്ള വിവേചനം, അതിക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് ഇടക്കാല സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇതിനല്പം ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. കൂടുതൽ ഹൈന്ദവ സമൂഹത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉത്തരവും ഭരണകൂടം തന്നെ പുറത്തിറക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും വലിയ ഹിന്ദു വിരുദ്ധ കലാപവും വംശഹത്യയും അരങ്ങേറിയതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാക്രമങ്ങളിൽ ഇടക്കാല സർക്കാർ ഇടപെടുന്നത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരാണ് ഹൈന്ദവ സമൂഹത്തോട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാക്രമമായിട്ടുള്ള ദുർഗാപൂജ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നിസ്കാര സമയങ്ങളിൽ പൂജയോ അതുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ഹൈന്ദവ സമൂഹത്തിന് മുൻപിൽ നൽകിയിട്ടുള്ളത്. അതിനെതിരെ വലിയ ചോദ്യം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം ഉയർത്തുകയാണ്. അതായത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം ഇത്തരത്തിൽ പൂജ നടത്തുന്നത് കൊണ്ട് എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒപ്പം നിലനിൽപ്പിനായി പോരാട്ടം തുടരും എന്നുള്ളതും ഹൈന്ദവ സമൂഹം വ്യക്തമാക്കുന്നു. ദുർഗാപൂജ നിർത്തിവെക്കണമെന്നും നിസ്കാര സമയങ്ങളിൽ പൂജയോ അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുമുള്ള ശബ്ദങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഹൈന്ദവ സമൂഹത്തിന് മുൻപിൽ വെച്ചിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാരിനെതിരെ, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം വലിയ കലാപമായി മാറുകയും അതിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഹൈന്ദവ ആരാധനാലയങ്ങളും ഒപ്പം ന്യൂനപക്ഷങ്ങളുടെ ഹിന്ദു, സിഖ്, പാഴ്സി തുടങ്ങിയ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ അടിച്ചമർത്തി അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് വലിയ കലാപം അരങ്ങേറിയത്. അതിന് ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അടക്കം ഇടപെടൽ ഉണ്ടാകുന്നു, പൊതുസമൂഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഭാരതം വലിയ വിയോജിപ്പ്, വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ലോകരാജ്യങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇടക്കാല സർക്കാർ ഹൈന്ദവ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിൽ ഒരു അയവ് വരുത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഭീതിയോടെയാണ് അവിടെ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ വലിയ ഇടപെടലുകൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിലേക്ക് ഐക്യരാഷ്ട്ര സഭയുടെ ശ്രദ്ധയിൽ ഉൾപ്പെടെ ഈ വിഷയം കൊണ്ടുവരികയും ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറുന്ന വേളയിൽ സർക്കാരിന് ആശംസകൾ അറിയിക്കുന്ന അതേ സന്ദേശത്തിൽ തന്നെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമൂഹം സംരക്ഷിക്കണം, അതിനുള്ള പ്രവർത്തനം വേണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ തുടരുകയാണ്. കലാപത്തിനും ഹിന്ദു വംശഹത്യത്തിനും പിറകെയാണ് ദുർഗാപൂജ നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ഹിന്ദു സമൂഹത്തിൽ മുൻപിലെത്തുന്നത്.